തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ദിവസം പ്രഖ്യാപിച്ചു. മലബാർ മേഖലയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഡിസംബർ 11-നാണ്. അപ്പോൾ മലബാർ മേഖലയിൽ നിന്ന് ഏറ്റവും പുതുതായി പുറത്തു വന്ന വാർത്ത എന്താണെന്ന് വെച്ചാൽ, കൊലക്കേസ് പ്രതികളെ CPM ഇത്തവണ ചേർത്ത് പിടിച്ച് അവരെ സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിക്കുക. ഒന്ന് ഷുക്കൂർ വധക്കേസിലെ പ്രതി സ്ഥാനാർത്ഥിയാണ്, തലശ്ശേരിയിലെ ഫസൽ വധക്കേസിലെ പ്രതി സ്ഥാനാർത്ഥിയാണ്. അതിനെല്ലാം അപ്പുറം ADM നവീൻ ബാബുവിൻ്റെ മരണം അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ CPM സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിരിക്കുകയാണ്. ഇത് മൂന്ന് ആളുകളുടെ പേരുകളാണ് ഇപ്പോൾ പുറത്തു വന്നത്. കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ സംസാരിക്കുകയും അതോടൊപ്പം തന്നെ ഒരു ഭാഗത്ത് ഇത്തരം കൊലക്കേസ് പ്രതികളെ ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന CPM എന്ത് സന്ദേശമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഈ സ്ഥാനാർത്ഥിത്വത്തിലൂടെ നൽകുന്നത്? തീർച്ചയായിട്ടും നമ്മൾ പലതരത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ അഴിമതിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾക്കെതിരായിക്കൊണ്ട് പ്രതിപക്ഷങ്ങൾ അഴിമതിയെക്കുറിച്ചും അവരുടെ കെടുകാര്യസ്ഥതകളെക്കുറിച്ചും ഭരണത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ നിരന്തരം സംസാരിക്കുക. ഇതൊക്കെ ഇലക്ഷനിൽ വലിയൊരു ചർച്ചയായിട്ട് വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ ഒരു കാര്യം മാത്രം എടുത്ത് പരിശോധിക്കൂ. CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി സത്യത്തിൽ ജനങ്ങളെ കൊഞ്ഞനം കുത്തുന്നതിന് സമാനമായിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ അറിയാം, ഒരു കൊലക്കേസ് എന്തോ കാരണം കൊണ്ടാവട്ടെ, കൊലക്കേസ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കുന്നതാണ്. ആ ജീവൻ എടുക്കുന്ന കേസിലെ പ്രതികളെ ഇങ്ങനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടെടുക്കുന്ന പാർട്ടി മറ്റേതെങ്കിലും ഉണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് വലിയ സംശയമുണ്ട്. ഇവിടെ BJP ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, പിന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുണ്ട്, എല്ലാം തന്നെ. ആരും തന്നെ അവരവർ ചെയ്യുന്ന കൊലപാതകങ്ങളിൽ ഇത്രയ്ക്ക് ഒരു തരത്തിൽ അതിനെ സപ്പോർട്ട് ചെയ്യുകയോ അവരെ പൊതുജന മധ്യത്തിലെങ്കിലും തള്ളിപ്പറയാൻ തയ്യാറാവുകയോ ചെയ്യുന്ന ആളുകളാണ്. അവരെ രഹസ്യമായി സഹായിക്കുന്നുണ്ടായിരിക്കാം, എനിക്കതറിയില്ല. പക്ഷേ CPM ഈ കാര്യത്തിൽ ചെയ്യുന്നത് പൊതുജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്ന ആരാണ്? ഈ CPM ആണ്. CPM-ന്റെ നേതൃത്വത്തിൽ അവരെ പലതരത്തിലുള്ള ഹെൽപ്പുകളും, ഭക്ഷണം, മൊബൈൽ ഫോൺ. ഇപ്പം ഒരു ദിവസം ഒരു ജയിലിൽ നിന്ന് മൊബൈൽ ഫോൺ പിടിച്ചു കഴിഞ്ഞാൽ 2 ദിവസം അതിൻ്റെ അന്വേഷണം, 3-ാം ദിവസം വീണ്ടും മൊബൈൽ ഫോൺ പിടിക്കുകയാണ്. ഇതാണ് ഇവിടെ നടക്കുന്ന നീതി എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഇലക്ഷൻ സമയത്ത്, അതായത് ഇലക്ഷനിലേക്ക് പോകുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ജനങ്ങളെ പ്രകോപിപ്പിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മാക്സിമം നമ്മൾ ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ളതാണല്ലോ അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. അല്ലെങ്കിൽ അങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ പിന്തുടർന്ന് വരുന്ന വഴി എന്ന് പറയുന്നത്. പക്ഷേ CPM ഇവിടെ ചെയ്യുന്ന കാര്യം എന്താ? CPM ഒരു കൃത്യമായ സന്ദേശം കൊടുക്കുകയാണ്. അതായത് തങ്ങൾക്കൊപ്പം നിന്ന ആളുകൾ, തങ്ങളെ രാഷ്ട്രീയപരമായി തങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ ആളുകളെ തീർക്കാനായി പ്രസ്ഥാനത്തിനൊപ്പം നിന്ന ആളുകളെ ഞങ്ങൾ എന്ത് വില കൊടുത്തും സംരക്ഷിക്കും എന്ന നിലപാട് പിണറായി വിജയൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒന്ന്. രണ്ടാമത്തത്, ഈ തരത്തിൽ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അവരൊക്കെ വഴിവിട്ടുകൊണ്ട് CPM-ന് എന്തെങ്കിലും തരത്തിലുള്ള സൗകര്യങ്ങളോ സഹായങ്ങളോ ചെയ്തു കൊടുത്താൽ അവർക്കും പരിഗണന കിട്ടും എന്നുള്ളതാണ് ഇവർ ഇതിലൂടെ കാണിക്കുന്നത്. നോക്കൂ, എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ഒരു 3-4 കൊലപാതകങ്ങൾ എടുത്ത് പറയാൻ പറ്റും. അതിൽ തന്നെ എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചൊരു കൊലപാതകം എന്ന് പറയുന്നത് അരിയിൽ ഷുക്കൂറിൻ്റെ കൊലപാതകമാണ്. കാരണം ഷുക്കൂർ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനെ കൊന്നതിൻ്റെ രീതി എന്ന് പറയുന്നത് നമ്മളെ സത്യത്തിൽ നമ്മൾ ഏത് സ്ഥലത്താണ് നമ്മൾ ജീവിച്ചത് അല്ലെങ്കിൽ ജീവിക്കുന്നത് എന്ന് തോന്നിപ്പിക്കുന്നതിലായിരുന്നു ആ ചെറുപ്പക്കാരനെ കൊന്നു കളഞ്ഞത്. എന്താ കാരണം P. ജയരാജൻ എന്ന് പറയുന്ന CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയെ കുറെ അധികം ലീഗുകാർ കാറിന് തടഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ സെക്രട്ടറിയെ തടയും അല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആർക്കെതിരെ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഈ പറയുന്ന ഷുഹൈബിനെതിരെ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഷുക്കൂറിനെതിരെ പ്രശ്നം ഉണ്ടാക്കുകയും ആ പാവപ്പെട്ട, എനിക്ക് തോന്നുന്നു അന്ന് 21 വയസ്സാണ് തോന്നുന്നു അല്ലേ, 21 വയസ്സ് മാത്രം പ്രായമുള്ള ആ ചെറുപ്പക്കാരനെ പിടിച്ചു കൊണ്ടുപോയി അവിടെയുള്ള വലിയൊരു പാടത്തിന്റെ നടുക്ക് ഒരു പറ്റം CPM പ്രവർത്തകർ ഒരുമിച്ച് വട്ടം കൂടി നിൽക്കുകയാണ്. അങ്ങനെ വട്ടം കൂടി നിന്നതിന് ശേഷം അവിടെ അതിൻ്റെ നടുക്ക് വെച്ചുകൊണ്ട് താൻ ചെയ്ത കുറ്റങ്ങൾ ഓരോന്നായി ഈ പറയുന്ന ഷുക്കൂറിനെ വായിച്ച് കേൾപ്പിക്കുകയാണ്. വായിച്ചാൽ അവരുടെ മനസ്സിൽ നിന്ന് എടുത്ത് പറഞ്ഞ് കേൾപ്പിക്കുകയാണ്. താലിബാൻ മോഡൽ വിചാരണ എന്ന് നമ്മൾ പറയില്ലേ, അതാണ്. കാരണം അവിടെ മറ്റു ഒരുപാട് ലീഗ് പ്രവർത്തകരും മറ്റ് UDF പ്രവർത്തകരും ഒക്കെ തടയാനുണ്ടായിരുന്നു. അവരെ ആരെയും തൊട്ടിട്ടില്ല. ഈ പറയുന്ന പാവം പയ്യനെയാണ് പിടിച്ചുകൊണ്ട് പോയത്. എന്നിട്ട് അവിടെ നിന്ന് CPM-ന്റെ വളരെയധികം പ്രചാരത്തിലുള്ള അല്ലെങ്കിൽ സംഘടനാ രംഗത്ത് സജീവമായിട്ടുള്ള പല ആളുകളും, അത്തരത്തിലുള്ള ആളുകളൊക്കെ ആ ഒരു കൊലപാതകത്തിൽ നിന്നിരുന്നു എന്നാണ് പറയുന്നത്. ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു. അതെ, ഫോട്ടോ എടുത്ത് അയക്കുന്നുണ്ട്, ഇതാണെന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്. നിർദ്ദേശം വന്നു. ആരുടെ നിർദ്ദേശമാണ് വന്നത് എന്നുള്ളത് നമുക്കറിയാം. ആ കേസിൽ ആരാണ് പ്രതി എന്നുള്ളത് നമുക്കറിയാം. ആ കേസിൽ വലിയ പ്രശ്നം ഉണ്ടായിട്ട് ഇപ്പോഴും ആ കേസിന്റെ അകത്ത് പ്രതികളായി നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവര് കുറ്റവിമുക്തരായിട്ടൊന്നുമില്ല.
ആ കേസ് നീതിപൂർവമായ വിചാരണ നടക്കുകയാണെങ്കിൽ പലരും ജയിലിനകത്ത് പോകുന്ന കാര്യത്തിൽ നേതാക്കൾ, മുൻ MLA അടക്കമുള്ള ആളുകൾ ജയിലിൽ പോകും, 100% ജയിലിൽ പോകും. മാത്രമല്ല അവിടെ നടന്ന കൊലപാതകത്തിന്റെ രീതി എങ്ങനെയാണ്? ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരനെ ഓരോ കാര്യം പറയുമ്പോഴും ഓരോ വെട്ടാണ് വെട്ടിയെന്നാണ് പറയുന്നത്. ഇങ്ങനെ ചെറുതായിട്ട് പോറല്, അതായത് ചെറുതായിട്ട് നമ്മൾ മുറിവേൽപ്പിക്കില്ലേ, അങ്ങനെ മുറിവേൽപ്പിച്ചു. പിന്നീട് കാലിന്റെ മുട്ട് ഈ വയലിൽ കുത്തി നിർത്തിയിട്ട് കഴുത്തറുത്തു. നമുക്ക് എത്രമാത്രം ക്രൂരതയാണ്. ഇപ്പൊ നമ്മളൊരു 4-5 ആളുകൾ ചേർന്ന് ഒരാളെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ അടിക്കുമ്പോൾ നമ്മൾ പറയും മതി ഒഴിവാക്കിനി എന്നല്ലേ നമ്മൾ പറയാ. പക്ഷെ ഇവിടെ ഇത്രയധികം ആളുകൾ ചേർന്നുകൊണ്ട് ആ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ, 21 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ കഴുത്ത് അറത്ത് കൊന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് ആളുകളെയാണ് നമ്മൾ തുലനം ചെയ്യുന്നത്? നമ്മൾ താലിബാനെയാണോ അല്ലെങ്കിൽ മറ്റേത് ആളുകളെ നമ്മൾ ഇതിനോട് തുലനം ചെയ്യേണ്ടത്? നമ്മൾ തീവ്രവാദത്തിനെതിരെ സംസാരിക്കുന്നു, നമ്മൾ മറ്റു ഫാസിസത്തിനെതിരെ സംസാരിക്കുന്നു. പക്ഷെ ഏറ്റവും വലിയ ഫാസിസ്റ്റ്, ഈ അങ്ങേയറ്റം വലിയ ക്രൂരത ഇതല്ലേ ക്രൂരത? ഇല്ലേ? ഒരു മനുഷ്യനെ പച്ചയ്ക്ക് പിടിച്ചിട്ടല്ലേ കഴുത്തറക്കുന്നത്? എന്നിട്ട് ഇവിടുത്തെ ആളുകൾക്ക് ന്യായീകരിക്കാൻ ഉളുപ്പുണ്ടോ? അവരെ സഖാക്കൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അവരെ പാർട്ടിക്ക് പ്രതിരോധം പ്രശ്നങ്ങൾ വരുന്നപ്പോൾ പ്രതിരോധം തീർത്ത് കോട്ട കെട്ടിയ ആളുകളാണ് അവർ എന്നാണ് ഇപ്പോൾ സൈബർ സഖാക്കൾ പ്രചരിപ്പിക്കുന്നത്. ആ കേസിലെ 15ാം പ്രതിയായിട്ടുള്ള സുരേഷൻ എന്ന് പറയുന്ന CPM നേതാവിനെ ഇപ്പോൾ അവിടെ എന്താക്കിയിട്ടുണ്ട്? സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട്. എന്തായാലും കാലത്തിന്റെ കണക്ക് പുസ്തകത്തിൽ ഇതൊന്നും തിരിച്ചു കിട്ടാതെ പോവില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പിക്കാം. പക്ഷേ എന്ത് നിലപാടാണ് CPM-ന്റെ നേതൃത്വം കൊടുക്കുന്നത്? ആ വൃത്തികെട്ടവന്മാർ, ആ എന്താ പറയാ, അങ്ങേയറ്റം മനസാക്ഷിയില്ലാത്ത ആളുകൾ ആ ഒരു കുഞ്ഞിനെ കഴുത്തറത്ത് കൊന്നിട്ട് ആ കേസിൽ പ്രതികളായി നിൽക്കുന്ന ആൾക്കാർ ഈ പറയുന്നത് പോലെ തദ്ദേശ ഇലക്ഷനിൽ സ്ഥാനാർത്ഥികളാക്കുകയാണ്. ആ സ്ഥാനാർത്ഥിത്വത്തിന് വലിയ പ്രത്യേകത ഉണ്ടായിട്ടൊന്നുമല്ല. ഇപ്പൊ നമുക്ക് ബ്ലോക്ക് പഞ്ചായത്തിലേക്കോ അല്ലെങ്കിൽ ഇപ്പൊ ഒരു വാർഡിലേക്കോ പഞ്ചായത്തിലേക്കോ മത്സരിക്കുന്ന വലിയ കാര്യമൊന്നുമല്ല, അവരെ അത്ര വലിയ സംഭവമൊന്നും അല്ല എന്നുള്ള എല്ലാവർക്കും അറിയാം. പക്ഷേ അങ്ങനെ ഒരു ജനപ്രതിനിധിയെ അയക്കാൻ വേണ്ടി CPM തീരുമാനമെടുക്കുന്നു എന്ന് പറയുമ്പോൾ അവരുടെ ഒരു ആത്മവിശ്വാസം നോക്കൂ. എന്ത് വന്നാലും ഞങ്ങളുടെ അണികൾ ഇതിനെ ന്യായീകരിക്കും എന്നുള്ളതല്ലേ അവരുടെ ആത്മവിശ്വാസം. രണ്ടാമത്തത് ഈ പറയുന്ന പോലെ കാരായി രാജൻ ഫസൽ വധക്കേസിലെ പ്രതി. ആ ഫസൽ വധക്കേസുമായി ബന്ധപ്പെട്ട് എന്താ ഉണ്ടായത്? NDA പ്രവർത്തനമായിട്ടുള്ള ഫസലിനെ വധിച്ചത് മറ്റു ചിലരാണ് എന്ന് എടുത്തു തീർക്കാനുള്ള ശ്രമം ഉണ്ടായി. അവിടെ കണ്ണൂരിൽ വലിയ രാഷ്ട്രീയ നാടകങ്ങൾ കളിച്ചു. ഒടുവിലാണ് ഈ പറയുന്ന CPM എടുത്ത വർഗീയ കലാപം ഉണ്ടാക്കാനായിരുന്നു ശ്രമം. അതിൽ ഏറ്റവും വലിയൊരു വിരോധാഭാസം എന്താ വെച്ചാൽ ഫസലിനെ കൊന്നു, ഫസലിന്റെ ശരീരത്തിൽ നിന്ന് രക്തം ഒരു തോർത്തിൽ മുക്കിയെടുത്തിട്ട് അവിടുത്തെ RSS കാര്യവാഹിന്റെ വീടിന്റെ മുന്നിൽ കൊണ്ടു ചുറ്റും. അത് മാത്രമല്ല, അന്ന് ഫസലിന്റെ ഈ ശവശരീരം തലശ്ശേരി ജനറൽ ആശുപത്രി മോർച്ചറിയിൽ ഉണ്ടാകുമ്പോൾ തലശ്ശേരിയിൽ കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടുന്ന പ്രകടന തലശ്ശേരിയിലെ മാപ്പിള മക്കളെ RSS-ന്റെ കടാരയ്ക്ക് മുന്നിൽ ഇറങ്ങി തരാൻ ഞങ്ങൾ തയ്യാറല്ല. CPM-ന്റെ അവിടെ ഉണ്ടാക്കാൻ നോക്കി കലാപം അത് ഹിന്ദു മുസ്ലിം കലാപം സൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. അങ്ങനെ കലാപം സൃഷ്ടിച്ചുകൊണ്ട് ഇവിടെ വലിയ നേട്ടം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. കാരണം നമ്മൾ ആലോചിക്കും എത്രമാത്രം അപകടകരമാണിത്. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ മാഷാ അല്ലാഹ് സ്റ്റിക്കർ ഒട്ടിച്ചു വെച്ച് വന്ന് അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഫസലിനെ വധിച്ചിട്ട് വലിയ തരത്തിൽ വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു. എന്നിട്ടും പറയും ഞങ്ങൾ എന്താണ് മതേതരത്വത്തിന്റെ ആളുകളാണ്, വക്താക്കളാണ് എന്ന്. അതിലെ പ്രതികളാണ് കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും. എനിക്ക് തോന്നുന്നു ഇപ്പൊ എറണാകുളത്ത് കലൂരുള്ള CBI കോടതി അവർക്ക് ജാമ്യം കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവരോട് കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അവരെ സ്ഥാനാർത്ഥിയാക്കി. അതെ, ഈ കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കാതെ എങ്ങനെയാണ് ഇവർ സ്ഥാനാർത്ഥിയാവാന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പാർട്ടി നോക്കിയല്ലോ കാര്യങ്ങൾ. അതെ, ഈ ഇളവ് നേടിക്കൊണ്ടായിരിക്കും. പക്ഷെ എന്നാൽ പോലും ഇത്തരത്തിലുള്ള വൃത്തികേടുകൾക്ക് കൂട്ടുനിൽക്കുന്നത് CPM-നെ പോലത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് പറയുമ്പോൾ വല്ലാത്ത പ്രശ്നം അവരുടെ അണികളിലെങ്കിലും ഉണ്ടാവുമെന്ന് ചിന്തിച്ചില്ല. മൂന്നാമത്തത് നവീൻ ബാബുവിന്റെ കേസ്. ഇതുകൂടി നമുക്ക് അവസാനിപ്പിക്കാം. നവീൻ ബാബുവിന്റെ കേസിൽ നമുക്കറിയാം, BP ദിവ്യ എന്ന് പറയുന്ന CPM-ന്റെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അവർ രാഷ്ട്രീയപരമായിട്ട് നല്ല പ്രവർത്തനം നടത്തിയോ ഇല്ലയോ എന്നുള്ളതൊന്നും നല്ല വിഷയം. ഒരു തരത്തിലും തെറ്റ് ചെയ്യാത്ത സത്യസന്ധനായ ഉദ്യോഗസ്ഥനെ വളരെ ആസൂത്രിതമായി കുറേയധികം ആളുകളെയും ചേർത്ത് വന്ന് അങ്ങേയറ്റം ഇല്ലാത്ത നുണപ്രചരണം നടത്തി കൈക്കൂലിയാണ് എന്ന് പറഞ്ഞ് ആരോപണം ഉണ്ടാക്കി അയാൾ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നു. കൊലപാതകമാണോ എന്ന് സംശയം ഉണ്ടായിരുന്നു. വലിയ തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെ അത് ഉന്നയിച്ച പ്രശാന്തൻ എന്ന് പറയുന്ന ആളെ പോലും ഒഴിവാക്കിക്കൊണ്ട് കുറ്റപത്രം സമർപ്പിക്കുന്നു. ആ കുറ്റപത്രത്തിൽ ആ PP ദിവ്യയ്ക്ക് ഊരിപ്പോരാനുള്ള എല്ലാ വഴികളും ഒരുക്കി കൊടുത്തുകൊണ്ട് ഒരു അന്വേഷണം നടത്തുന്നു. ആ അന്വേഷണത്തിൽ ശ്രീജിത്ത് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെയുള്ള പല ആളുകളും അതിലുണ്ടായിരുന്നു. ആ അന്വേഷണത്തിന് നേതൃത്വം കൊടുത്ത ആളാണ് കണ്ണൂരിലെ ACP ആയിട്ടുള്ള രത്നകുമാർ എന്ന് പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ. ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ PP ദിവ്യയുടെ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷമാണ് വിരമിക്കുന്നത്. അന്നേ തന്നെ CPM-ന്റെ അടിമയാണ് ഇയാളെന്ന് പറഞ്ഞതാണ്. അയാളെ തൊട്ടടുത്ത നിമിഷം തന്നെ വന്ന തെരഞ്ഞെടുപ്പിൽ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് എന്താക്കുന്നു, സ്ഥാനാർത്ഥിയാക്കുന്നു. എന്തിനുള്ള പ്രതിഫലമാണിത്?
ആലോചിക്കണ്ടേ? ഇയാളൊക്കെ അന്വേഷിച്ച കേസ് എവിടെ പോയി നിൽക്കും? എങ്ങനെയാണ് ഈ കേസ് മുന്നോട്ട് പോവുക? CPM പലപ്പോഴായിട്ട് പറയുന്നുണ്ടല്ലോ, വിരമിച്ച ജഡ്ജിമാർ കേന്ദ്ര സർക്കാരിന്റെ ആനുകൂല്യം നേടുന്നു, അല്ലെങ്കിൽ മറ്റു സാധനങ്ങൾ ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ആ വിരമിച്ചതിന് ശേഷം രാഷ്ട്രീയത്തിൽ പോകുന്നവരെ വിമർശിക്കുന്ന ആൾക്കാരാണ് ആര്? CPM-മാർ. പക്ഷേ ഇത്തരത്തിലൊരു കേസ് അന്വേഷിച്ചിട്ട് ആ കേസിന്റെ കുറ്റപത്രം കൊടുത്ത അതേ ആളെ തന്നെ പിടിച്ച് CPM സ്ഥാനാർത്ഥിയാക്കുമ്പോൾ ഇവിടുത്തെ നീതിയും ന്യായവും നിയമവും ഒക്കെ നോക്കുകുത്തിയാകുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും ഈ CPM-ന്റെ ഭാഗത്തു നിന്ന് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ, അത് ഭരിക്കുന്ന പാർട്ടിയുടെ ഭാഗത്തു നിന്ന് വരുമ്പോൾ നമ്മുടെ കേരളത്തിന്റെ പൊതുവായ മനസാക്ഷി തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായും കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന തരത്തിലാണ് കണ്ണൂർ ജില്ലയിലെ CPM പ്രവർത്തിക്കുന്നത് നിരവധി തവണ തെളിയിച്ചതാണ്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് കൊലക്കേസ് പ്രതികളായ ഷുക്കൂർ ആയാലും ശരി, ഫസലായാലും ശരി, നവീൻ ബാബു ആയാലും ശരി, ആരായാലും ഇവർക്ക് അവരുടെ കുടുംബത്തോട് അല്ലെങ്കിൽ അവരെ സ്നേഹിക്കുന്ന ആളുകളോട്, ഒരു സമൂഹത്തോട് തന്നെ CPM വെല്ലുവിളിക്കുകയാണ്. ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ഉത്സവമാണ് തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ആ ഉത്സവത്തിൽ എത്രത്തോളം കളങ്കിതരായ ആളുകളെ മത്സരിപ്പിച്ച് ജനാധിപത്യത്തെ തന്നെ വെല്ലുവിളിക്കുന്ന CPM-നുള്ള മറുപടി ബാലറ്റിലൂടെ ജനങ്ങൾ നൽകുമെന്ന കാര്യത്തിൽ തർക്കമില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും.